ഞാനിപ്പോൾ എന്താ പറയണേക്കോ ഇതേമാതിരി കുറേ മുന്നേ ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്, റബ്ബർ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്ന് മനസ്സിൽ വന്നൊരു ചിന്തയാണ്, ഒരു മരത്തിൻ്റെ വീട്ടിൽ ഇങ്ങനെ വന്നുകൊണ്ട് എത്ര തെങ്ങ നയിച്ചിട്ട് എല്ലാവരും ഗൾഫിലാണ്, ഞാനൊന്ന് പോയി നോക്കിയാൽ ഞാനും കഴിച്ചിലാവില്ലേ. ആ ഒരു ചിന്തയാണ് ഇപ്പോൾ വീണ്ടും വന്നേടോ. പണിയെടുത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ ഇടയിൽ മനസ്സിലൊരു ചിന്ത വന്നു. 10-12 വർഷം ഗൾഫിൽ നിന്നിട്ട് വീണ്ടും വന്ന് ഇപ്പോൾ ടാപ്പിങ് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണോ. അപ്പോൾ അതേ വീണ്ടും എന്താ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ടാപ്പിങ് ചെയ്തിട്ട് ഗൾഫിൽ പോയാൽ 10 റുപ്യ ഉണ്ടാക്കാല്ലേ. പ്രായം 36 വയസ്സ് കഴിഞ്ഞു. ഇപ്പോഴും ആ ചിന്ത 37 വയസ്സാകാനായി. ഇതാണ് എല്ലാവരുടെയും അവസ്ഥ. ഒരുവിധം ഒരു വട്ടം 2 വട്ടമൊക്കെ ഒരു 4 വർഷമൊക്കെ ഗൾഫിൽ നിന്നോല് നാട്ടിൽ നിന്നാൽ ഒരു പണി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യുമ്പോൾ അവർക്ക് വേഗം മടുപ്പ് വരും, പിടിച്ചു നിൽക്കൂല. വേഗം മനസ്സിൽ വരും എന്തെങ്കിലും ഗൾഫിൽ പോകണം, വിദേശത്ത് പോകണം, ഒരു ജോലി ചെയ്യണം, അവിടെ പോയി ജോലി ചെയ്ത് കാണാം, എന്തെങ്കിലും 10 റുപ്യ ഉണ്ടാക്കി കഴിച്ചിലാകണം. ഒരു 4 വർഷം 2 വർഷം ഒക്കെ ഗൾഫിൽ നിന്ന് പോലെ എല്ലാവരുടെയും അവസ്ഥയാണ്. 10, 40, 50 വർഷമൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ 10, 25 വർഷമൊക്കെ ഗൾഫിൽ നിന്ന് കണ്ട് വീണ്ടും വരും. നാട്ടിൽ വന്ന് കണ്ട് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ജീവിക്കുന്നതിൻ്റെ ഇടയിൽ ഇതേമാതിരിക്കാൻ മരത്തുമ്മ പൊടിച്ച് അല്ലെങ്കിൽ നിൽക്കൽ വേറെ എന്തെങ്കിലും പണിക്ക് പോകണം, ആ പടി കൈക്കോട്ട് തോളിൽ കെട്ടിയെടുക്കാൻ ചിന്തിക്കും. എന്തായാലും എവിടെ നയിച്ചിട്ട് ഗൾഫിൽ പോയാൽ 10 റുപ്യ ഉണ്ടാക്കാം. ഒരു പേരും കൂടി ആയിക്കണമെങ്കിൽ കുട്ടികളെയും കുടുംബവുമായിട്ട് ഇവിടെ ജീവിക്കല്ലേ ചിന്തിക്കുക. ഗൾഫിൽ പോകണം, വിദേശത്ത് പോകണം, 10 റുപ്യ ഉണ്ടാക്കണം. എന്നിട്ട് ഇത്രയും കാലം 10, 20, 25 കൊല്ലമൊക്കെ അവിടെ നിന്നിട്ട് എന്തുണ്ടാക്കാത്തവനാ ഇനിയും പോയി ഉണ്ടാക്കണത്. ഇതാണ് ഓരോ പ്രവാസി ഈ നാട്ടിൽ വന്നൊരു 10 വർഷം 5 വർഷം അല്ലെങ്കിൽ ഒക്കെ നിന്നുകാണ്ട് നാട്ടിൽ വന്ന് നിൽക്കണ, അല്ലെങ്കിൽ 10, 20 വർഷമൊക്കെ നിന്നുകാണ്ട് നാട്ടിൽ വന്ന് നിൽക്കണ ഓരോ പ്രവാസിയുടെയും മനസ്സിലെങ്ങനെ എന്താണ് ഇപ്പോൾ അവിടെ ഇങ്ങനെ നയിച്ചിട്ട് അവിടെ പോയാൽ 10 റുപ്യ ഉണ്ടാക്കാം. എന്നിട്ട് എന്താ ഉണ്ടാക്കിയത് അല്ലേ? ഞാനിപ്പോൾ ഈ മരത്തുമ്മ ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ മനസ്സിൽ എത്തപ്പോൾ ഇങ്ങനെ വെട്ടിയിട്ട് അവിടെ പോയാൽ 10 റുപ്യ ഉണ്ടാക്കുക. ഇതാണ് എല്ലാ പ്രവാസിയുടെ അവസ്ഥ. നാട്ടിൽ നിന്നാണ്ട് കുടുംബം കുട്ടികളൊപ്പം ജീവിക്കണം എന്നുള്ള ചിന്തയൊന്നുമല്ല. അവിടെ പോയാൽ 10 റുപ്യ ഉണ്ടാക്കുക. എന്നിട്ട് നിങ്ങൾ 10 റുപ്യ ഉണ്ടാക്കിയോ? ഒരു സാധാരണക്കാരൻ പറ 10 റുപ്യ ഉണ്ടാക്കിയോ? ഒരു പേരും കൂടി ഉണ്ടാക്കിയേക്കും, അതിന്മേൽ ഇല്ലാത്ത ലോണൊക്കെ ഉണ്ടാവുകയും ചെയ്യും അല്ലേ? അല്ലെങ്കിൽ ഒരു പെങ്ങളെ കെട്ടിച്ചേക്കും, അല്ലെങ്കിൽ മകളെ കെട്ടിച്ചേക്കും, അതിമൊക്കെ ഉണ്ടാവും തലൻ്റെ മേലെ കടം അല്ലേ? എന്നാലും ചിന്ത അവിടെ പോകണം, അവിടെ പോയാൽ കഴിച്ചിലാവും. എവിടെ ഞങ്ങൾ കഴിച്ചിലായിരിക്കണേ ചീറി വരും. ഞാനിപ്പോൾ ഈ മരത്തുമ്പം വന്നപ്പോൾ കുറേ മുന്നേ അതേമാതിരി ഒരു മരം വെട്ടിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു സൗദി പോയത്. ഇവിടെ ഇങ്ങനെ നയിച്ചിട്ട് എന്താ കാര്യം? എല്ലാവരും സൗദിയിലാണ്, ഓലൊക്കെ കഴിച്ചിലേക്കണേ. എവിടെ ഓല കഴിച്ചിരിക്കണേ? ഞാനും കൊച്ചും കഴിച്ചിലാണെന്ന് കരുതില്ല ചിന്തയിൽ പോയത്. അന്ന് വണ്ടിയതാ. എന്നിട്ട് വല്ല 10, 12 കൊല്ലം നിന്നു കഴിച്ചിലായത് ഇല്ല ചങ്ങയെ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്നിട്ടിപ്പോൾ ഈ മരത്തുമ്പോൾ ചിന്തിച്ച് ഇങ്ങനെ ഉതിർക്കണേ 10 റുപ്യ ഉണ്ടാക്കണം അവിടെ പോയാൽ. ഇവിടെ കണ്ട് വെട്ടിയിട്ട് എന്താ ഈ റബ്ബർ വെട്ടിയിട്ട് എന്താ കിട്ടുന്നത്? അവിടെ പോയാൽ 10 രൂപ ഉണ്ടാക്കാം. നല്ല കഴിച്ചിലായാലും നേക്കിടാക്കാൻ കയറും. എന്നാൽ 3 തുണി പൊതിഞ്ഞാണ് കൊണ്ടുപോയി കവറിലാണ് വെക്കുമ്പോൾ കഴിച്ചിലാവും. ഇനി നയിച്ചണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട്. എന്തായാലും ശരിയല്ല കേട്ടോ അതൊന്നും.